ഇപ്പം ഞങ്ങൾ സാറ ഫാൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാറ ഫാൾസിൽ ഇവിടെ ജീപ്പിൽ പോകാൻ പറ്റുള്ളൂ. ഒരു 20 മിനിറ്റ് ജീപ്പിൽ പോകണം. ചുവട്ടിൽ പോയിട്ട് പിന്നെ അവർ ഒരു ടോക്കൺ തരും. ആ ടോക്കൺ എടുത്തിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അൺലിമിറ്റഡ് ടൈം. 800 റുപ്പീസാണ് ജീപ്പിൻ്റെ വാടക. നമ്മൾ ഫുൾ ജീപ്പ് ബുക്ക് ചെയ്ത് പറഞ്ഞാൽ 800 റുപ്പീസിൽ പോയിട്ട് വരാം. നമുക്ക് മാത്രം ഫിക്സ് ആയിരിക്കും ജീപ്പ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താണ് മുല്ലയങ്കിരി പീക്കിൽ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ മാപ്പ് വർക്ക് ചെയ്യാത്ത കാരണം വഴിമാറിപ്പോയ കാരണം പണി കിട്ടിയിരിക്കുകയാണ്. രാവിലെ കയറേണ്ടത് ഇപ്പോൾ വൈകുന്നേരം കയറാൻ പോകാണ്. പ്രതീക്ഷ അപ്പൊ ഞാന് പോസാക്കണു. വന്ന വഴി അന്ന് അപ്പളെ വാട്ടർഫാൾസിൽ നിന്നിട്ട് പിന്നെ വന്നു. പോസാക്കട്ടെ? ഓഫാക്കട്ടെ? अल्ल बड़ा ना ओ यहाँ से ऐसे नीचे जाना. हम लोग वहाँ सुबह ढूंढते ढूंढते आए, ऐसे ही चले गए सीधा. लेकिन यहाँ पे हमारा गाड़ी नहीं जाता. अलाउड नहीं है. നമ്മൾ ഓഫ് റോഡ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിതാ പോണം. അപ്പോൾ ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വണ്ടിയൊക്കെ ഏത് ലെവലിലാണ് ചരിയണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങനെയേ ചെരിഞ്ഞു പോകും. പിന്നെ ഇടുപ്പിന് അസുഖമുള്ളവരും ഒരു 50+ ഏജ് ഉള്ളവരും ഒന്ന് ഓൺ റിസ്കിൽ മാത്രം വന്നാൽ മതി. നമ്മളുടെ ഇടുപ്പിൻ്റെ നട്ടും ബോട്ടും ഒക്കെ ഒന്ന് ലൂസാവും ഗൈസ്. പിന്നെ ഓൾറെഡി ലൂസായിട്ടിരിക്കുന്നവരുടെ ആണെങ്കിൽ അതങ്ങ് തെറിച്ചു പോകും. പിന്നെ നമ്മുടെ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറയുന്ന ഒരു അവസ്ഥയാവും. നല്ല സുഖമുണ്ട് പക്ഷേ ഇരിക്കാൻ. നമുക്ക് പറ്റുന്നവർ ഇരിക്കുക, എൻജോയ് ചെയ്യുക. കുട്ടികൾക്ക് അവർക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് ഞാൻ ആ ജീപ്പിൻ്റെ ഡ്രൈവേഴ്സിനെയാണ് അവർ ഡെയിലി എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെന്നറിയില്ല. അവരിനെയാണ് ഞാൻ സമ്മതിക്കുന്നത്. റോഡില്ലാത്ത സ്ഥലത്ത് കൂടെ എങ്ങനെ ഓടിച്ചു പോകണം. ആ വണ്ടിൻ്റെ കപ്പാസിറ്റി, ആ ഡ്രൈവറിൻ്റെ പിന്നെ ഡ്രൈവിംഗ് ഒരു കഴിവുമാണ് ഇവിടെ ഏറ്റവും നല്ലത്. അവർ എത്രത്തോളം ഡെയിലി പോയിട്ട് തന്നെ അവരിന് സമ്മതിക്കണം എന്തായാലും. ഈ ചിക്ക്മാംഗ്ലൂർ പറയുന്നത് തന്നെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് സീനിക്കായിട്ട് തോന്നില്ലെങ്കിലും ഓരോരോ ചെറിയ ഹിഡൻ സ്പോട്ട് ഉണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാൻ അടിപൊളിയായിരിക്കും. പിന്നെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ സ്പോട്ടാണ്. ഒരുപാട് റൈഡേഴ്സ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി റോഡാണ്. അതുകൊണ്ട് തന്നെ അതിൽ കൂടെ ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞാൽ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ചിക്ക്മാംഗ്ലൂർ വരുന്നവർ എന്തായാലും മിസ്സാക്കാണ്ടാത്തൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന ജെറി ഫാൾസ്. അപ്പോൾ നമ്മൾ ജീപ്പ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ഉള്ളിലേക്ക് നടന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ്. ഇത് നല്ല ആദ്യത്തെ വെള്ളച്ചാട്ടം ചാടിയിട്ട് അവിടെ നിന്ന് ഒരു സ്റ്റെപ്പിൽ നിന്ന് തെറിച്ചിട്ടാണ് അടുത്ത വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ ഷവറിൽ വെള്ളം വരുന്ന പോലെ വരുന്നുണ്ട്. നല്ല ഐസ് പോലത്തെ കുളിർന്ന വെള്ളം. ഫോട്ടോ എടുത്തതിനും കൂടെ ആളില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫോട്ടോസ് കുറേ എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ മതിയാവോളം വെള്ളത്തിലൊക്കെ കളിച്ചു. അപ്പൊക്കെ സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൂന് ഓൾറെഡി വെള്ളം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വെള്ളച്ചാട്ടത്തിൽ മതിവരോളം കളിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് മുല്ലയങ്കിരി സ്പോട്ടിലാണ് എത്തിയിരിക്കുന്നത്. സമയം 2:30 ആയതുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അവിടെ മുകളിലൊന്നും കിട്ടില്ലെന്നാണ് അറിഞ്ഞത്. മാഗി മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മുകളിൽ പോയിട്ട് മാഗി കഴിക്കുന്നതും ഇവിടെ നിന്ന് മാഗി കഴിച്ചിട്ട് പോവാം. ഭയങ്കര വിശന്നിട്ട് വയ്യ. സമയം ഇപ്പോൾ 2:30-2:45. ഇപ്പോൾ വിശക്കണ്ടാ? പിന്നെ മാഗി കഴിക്കാം. അങ്ങനെ മുകളിൽ വന്നിട്ട് മാഗി കഴിക്കുന്നതിൽ ഒരു സുഖം. ഇവിടെ വന്നിട്ട് നിങ്ങൾ നല്ല സ്റ്റൈലായിട്ടുള്ള റെസ്റ്റോറൻ്റ് ഒന്നും പ്രതീക്ഷിക്കരുത്. മാഗി, ബ്രെഡ് ഓംലെറ്റ് അങ്ങനത്തെ ലഘുവായ ഭക്ഷണങ്ങൾ മാത്രമേ ലഭിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ മാഗി കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ ചൂടുള്ള മാഗി കഴിക്കട്ടെ. ബൈ. അവിടുത്തെ പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ മാഗിയാണ് ഗൈസ് വേണ്ടത്. അവിടെ അതല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അവർ അത് തിന്നിട്ടാണ് ശീലിക്കുന്നത്. അങ്ങനെ ഞങ്ങളും കുറേ ഫുഡൊക്കെ അവന് കൊടുത്തു. പൂച്ചയ്ക്ക് മാഗി കൊടുത്തു. നല്ല ചൂട് ചായ ഊതി കുടിച്ചു. ചൂടുള്ള ചായ ഊതിയേ കുടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വായ് പൊള്ളും. അങ്ങനെ നല്ല ചൂട് ചായയും മാഗിയും കഴിച്ചിട്ട് നമ്മൾ വീണ്ടും മുല്ലയങ്കിരി പീക്സിലേക്ക് പോവാണ്. മുല്ലയങ്കിരി പീക്സിന് നമ്മൾ ഭക്ഷണം കഴിച്ച അവിടെ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റും കൂടെ ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കയറി പോകുമ്പോഴേക്കും നല്ല അടിപൊളി വിഷ്വൽസ് കാണാൻ നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മുല്ലയങ്കിരി പീക്കാണ് കർണാടകയിലെ ഏറ്റവും
ഏറ്റവും ടോപ്പസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ പോകുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റും നല്ല അറ്റ്മോസ്ഫിയർ പ്രോപ്പറായിട്ട് മാറിയിട്ടുണ്ട്. നല്ലൊരു മിസ്റ്റും പിന്നെ ഒരു ചെറിയ വെയിലും. നമ്മൾ വൈകുന്നേരം ആയല്ലോ അവിടെ എത്തുമ്പോൾ, അപ്പോൾ തന്നെ വെയിലൊക്കെ പോയി. പക്ഷേ ആ ഒരു ലൈറ്റ്, സൂര്യൻ്റെ ലൈറ്റ് അവിടെ ഉണ്ട്. പക്ഷേ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. നല്ല കോടമഞ്ഞൊന്നും നമ്മൾ പ്രതീക്ഷിച്ച് പോയി, പക്ഷേ കോടമഞ്ഞൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല, ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. ചെറിയൊരു സ്റ്റെപ്പ് പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. അവിടെ ഒരു അമ്പലവും കൂടി ഉണ്ട്. അതാണ് മുല്ലയങ്കിരി പീക്ക് എന്ന് പറയുന്നത്. രാവിലെ ഏർലി മോർണിംഗ് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ഫോഗും കോടമഞ്ഞൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഇല്ല. അവിടെ പോയി നോക്കുമ്പോൾ താഴെ കുറേ ചെറിയ ചെറിയ കടകളുണ്ട്. ഇത്രയും ചെറിയ കടകളെ നമുക്ക് അവിടെ എല്ലാവിടെയും കാണാൻ കഴിയുള്ളൂ. ഒരു റെസ്റ്റോറൻറ്റ് പോലും ഇല്ല, ഒരു വാഷ്റൂം ഇല്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ല കുന്നിൻ്റെ മുകളിലേക്ക് കുറേ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ഒരു 500 സ്റ്റെപ്പ് മുകളിലേക്ക് ഉണ്ട്. മാക്സിമം രാവിലെ നേരത്തെയോ അല്ലെങ്കിൽ വൈകിട്ടോ കയറാൻ ശ്രമിക്കുക. ടൈം ലിമിറ്റ് ഒന്നും ഇല്ല. അപ്പോൾ നിറയെ കോളേജ് സ്റ്റുഡൻസ് പിക്നിക്കിന് വേണ്ടി വന്നിട്ടുണ്ട്, സ്കൂൾ കുട്ടികൾ പിക്നിക്കിന് വേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ട്. ചുറ്റും പരന്ന് കിടക്കുന്നതിനാൽ ബൗണ്ടറികളൊന്നും ഇല്ല. സ്റ്റെപ്പിൽ കൂടെ കയറാം, ഇല്ലാത്ത വഴി കൂടിയും കയറാം. പക്ഷേ ആ കുട്ടികളൊക്കെ അഡ്വഞ്ചറായിട്ട് അറ്റത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടു. അങ്ങനെയുള്ളവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, സുഭാഷേ കുട്ടേട്ടാന്നൊക്കെ വിളിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കല്ലേ മക്കളെ. അപ്പം നമ്മളങ്ങനെ പകുതി ദൂരം പോലും ആയിട്ടില്ല, അപ്പോഴേക്കും നമ്മൾ നല്ലപോലെ കിതയ്ക്കാൻ തുടങ്ങി. പക്ഷെ ഒരു 100 സ്റ്റെപ്സ് ഒക്കെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, ഒരു അപാര വ്യൂ ആയിരുന്നു ഗൈസ്. മനസ്സ് നന്നായി നിറയുന്നൊരു വ്യൂ ആണ്. മുല്ലയങ്കിരി പീക്സിൽ നിന്ന് ഞങ്ങളെടുത്ത വിഷ്വൽസിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.